ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ജനാധിപത്യം? തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ട് മാത്രം ജനാധിപത്യമാകുന്നുണ്ടോ? 5 വർഷത്തേക്ക് നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞുള്ള 5 വർഷം അതേ ആളിന് മുമ്പിൽ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം ജനാധിപത്യമാകുന്നില്ല. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ തുടക്കം മാത്രമാണ്. സുന്ദർ നഗരി ഡൽഹിയിലെ ഒരു ശേരി പ്രദേശമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, സെക്കൻഡറി സ്കൂളില്ല, ഓടകൾ പോലുമില്ല. കഴിഞ്ഞ 20 വർഷമായി ഇവർ ഈ ആവശ്യങ്ങൾക്കായി സർക്കാരിന് മുമ്പിൽ കെഞ്ചുകയാണ്. സർക്കാർ പറയുന്നു കാശില്ല എന്ന്. എന്നാൽ 2 വർഷം മുമ്പ് അവിടുത്തെ MLA 60 ലക്ഷം രൂപ മുടക്കി നാട്ടുകാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു വാട്ടർ ഫൗണ്ടൻ നിർമ്മിച്ചു. വെള്ളമില്ലാത്തത് കൊണ്ട് ഉദ്ഘാടന ദിവസം പോലും ഈ ഫൗണ്ടൻ പ്രവർത്തിച്ചില്ല. അപ്പോൾ പണമുണ്ട്, എന്നാൽ അത് അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവാക്കി കളയുകയാണ്. ഒരേ നടപ്പാത തന്നെ വീണ്ടും വീണ്ടും കുത്തിപ്പൊളിച്ചു പണിയുന്നത് നിത്യസംഭവമല്ലേ? ജനങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ ഫണ്ടില്ല. നമ്മുടെ പണത്തിനുമേൽ നമുക്ക് യാതൊരു അധികാരവുമില്ല. ഇതല്ല ജനാധിപത്യം. കുറച്ചു നാളുകൾക്ക് മുമ്പ് വിനോദ് കുമാർ ബെന്നി എന്ന ഡൽഹി കൗൺസിലർ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തി നോക്കി. അവിടെയുള്ള 10,000-ൽ പരം കുടുംബങ്ങളെ ഒരു മീറ്റിംഗിന് ക്ഷണിച്ചു. ഏകദേശം 400 പേർ മീറ്റിംഗിൽ പങ്കെടുത്തു. മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ 50 ലക്ഷം രൂപയുടെ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ടെന്നും അത് ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം ചെലവഴിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടക്കത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് 50 ലക്ഷം രൂപ തികയുമോ എന്ന് വളരെ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ 5,20,000 രൂപയിൽ ഒതുങ്ങുന്ന സ്ട്രീറ്റ് ലൈറ്റ് മാറ്റുക, റോഡിലെ കുഴി അടയ്ക്കുക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ജനങ്ങളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം മീറ്റിംഗിന് കൊണ്ടുവന്നിരുന്നു. ജനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒപ്പിട്ട് തീരുമാനമായി. वो अपने साथ सारे इंजीनियर्स लेके आया था. उसने वहीं पे फाइल पे साइन कर दिया कि ये जो जनता मांग रही है 5,20,000 के प्रोजेक्ट्स, these are sanctioned and you start the projects. പിന്നീട് അവിടെ നിർമ്മിച്ച 6 റോഡുകളുടെ ഗുണനിലവാരം ജനങ്ങളെ കൊണ്ട് വിലയിരുത്തിച്ചു. ഇതിൽ 5 റോഡുകളും നന്നായിട്ടുണ്ട്. എന്നാൽ ഒരെണ്ണം 4 ഇഞ്ച് ഖനം വേണ്ടെടുത്ത് 2.5 ഇഞ്ച് ഖനം മാത്രമേ ഉള്ളൂ എന്ന് ജനം വ്യക്തമാക്കി. കൗൺസിലർ ഉടൻ തന്നെ ആ പേയ്മെന്റ് റദ്ദാക്കി. കോൺട്രാക്ടർ ഉടൻ തെറ്റ് സമ്മതിക്കുകയും ഒരു അവസരം കൂടി ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം അയാൾ റോഡ് വീണ്ടും ശരിയാക്കി. 1 മാസത്തിനകം വീണ്ടും മീറ്റിംഗ് കൂടി റോഡ് നന്നാക്കിയതായി വിലയിരുത്തുകയും ഇനി പേയ്മെന്റ് പാസാക്കിക്കൊള്ളാൻ ജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. 2 തെരഞ്ഞെടുപ്പുകൾക്കിടയ്ക്കുള്ള 5 വർഷങ്ങളിൽ ജനങ്ങൾ തീരുമാനിക്കും എന്ത് വേണമെന്ന്. കൗൺസിലർ ആ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ഉദ്യോഗസ്ഥർ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. ഇതാണ് ജനാധിപത്യം. 2 इलेक्शंस के बीच में 5 साल के अंदर आप डिसीजन लेंगे और आपका काउंसलर उस डिसीजन को इंप्लीमेंट करेगा, जूनियर इंजीनियर उस डिसीजन को इंप्लीमेंट करेगा. दैट इज